അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതം പറയുന്നത് ഒരു വിഷ്യസ് സർക്കിളാണ്. അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ വട്ടം പോലെ ആയിരിക്കും നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത്. അതായത് നന്മ ചെയ്യുന്നവർക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. മറിച്ച് തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് തിന്മയുടെ കവാടങ്ങൾ തുറന്നിടുകയും ആ തിന്മയിൽ തന്നെ ലയിച്ച് ജീവിച്ച് മരിച്ചു പോകും. നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തരുടെ ജീവിതം, സ്വയം അവനവൻ്റെ ജീവിതം ഇന്ന് തൊട്ട് മുന്നോട്ടേക്ക് നമുക്ക് നിരീക്ഷിച്ചു നോക്കാം. പലവരുടെ ജീവിതം തിന്മയിൽ നിറഞ്ഞ ജീവിതമാണ്. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, ഒരു നിർബന്ധമില്ല, ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറയിൽ 256 വചനമാണ് ഞാൻ പറഞ്ഞ ഈ വചനം. ഇതിനെ തൊട്ട മുന്നത്തെ വചനം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ആയത്തുൽ കുർസിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നത്, ഈ ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിനെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിൽ അവിശ്വസിക്കാം, നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. മറ്റു മതസമുദായത്തിലൊരു മനുഷ്യനെ ഇങ്ങോട്ടേക്ക്, ഇസ്ലാമിലേക്ക് ആരും നിർബന്ധപൂർവ്വം ആരെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരും നമ്മൾ അതേ പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അപ്പം നമ്മൾക്കൊക്കെ യഥാർത്ഥത്തിൽ ആ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തിൽക ഹുദൂദുല്ലാ, നിങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്. ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലെന്ന് നാവോട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിർവരമ്പുകളുണ്ട്. അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾക്ക് ജീവിക്കാൻ പാടുള്ളൂ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റണം, നമ്മൾ ചെയ്യണം. ഒരു മുസ്ലിം കരുതിക്കൂട്ടി അറിഞ്ഞും കൊണ്ട് ധിക്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മളും ഇബ്ലീസും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കുക. നിസ്കരിക്കാത്ത മുസ്ലിങ്ങൾ, പലിശ തിന്നുന്ന മുസ്ലിങ്ങൾ, ഹിജാബ് ധരിക്കാത്ത മുസ്ലിം സ്ത്രീകൾ, ധൂർത്തൻ കല്യാണം നടത്തുന്ന മുസ്ലിങ്ങൾ, എല്ലാ പോർണോഗ്രാഫിൻ്റെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, സിനിമയും പാട്ടിൻ്റെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ, ഇവരും നമ്മളും ഇബ്ലീസും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ പരിശോധിക്കാം. നിങ്ങൾ അറിഞ്ഞും കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് നിസ്കരിക്കാതെ പലിശ തിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തിന്മകൾ ചെയ്യുമ്പോൾ കൂടുതൽ തിന്മകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തുറന്നിടും. അതായത് ഒരുപാട് പലിശ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? കാശുകൾ ഒരുപാട് വരും. ഒരുപാട് അന്യായമായ നമ്മൾ ഹറാമായ വിധത്തിൽ കാശ് സമ്പാദിക്കുമ്പോൾ സമ്പത്ത് കൂടി വരും. ഈ സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യന്മാർക്ക് എങ്ങനെ ചെലവഴിക്കണമെന്നറിയില്ല. പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? മക്കൾക്ക് അനാവശ്യമായി പൈസ കൊടുക്കുന്നു. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ മക്കൾക്ക് എല്ലാം മേടിച്ചു കൊടുക്കുന്നു. മക്കൾ പറയുമ്പോൾ തന്നെ മേടിച്ചു കൊടുക്കുന്നു. മക്കളതാ സ്ക്രീൻ അഡിക്ഷൻ, ഗാഡ്ജറ്റ് അഡിക്ഷൻ, പോർണോഗ്രാഫി അഡിക്ഷനായിട്ട് ഒന്നിനും കൊള്ളാത്ത മക്കളായിട്ട് മാറുന്നു. ഇനി നിങ്ങൾ നോക്ക്, പലിശയോടെ നമുക്ക് കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വസ്ത്രങ്ങൾ ധൂർത്താവുന്നു, നമ്മുടെ കാറ് ധൂർത്ത്, വലിയ കാറുകൾ വാങ്ങും, വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കും. നമ്മുടെ കല്യാണങ്ങൾ ധൂർത്തൻ കല്യാണമായിട്ട് മാറും. ആ ധൂർത്തൻ കല്യാണത്തിലൂടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് അവസാനം ഡൈവോഴ്സ് നടക്കുന്നു. നമ്മൾ നിസ്കരിക്കാത്ത വ്യക്തികളാണ്, നമ്മൾക്ക് എന്താ സംഭവിക്കുക? നമസ്കാരത്തിൽ ശ്രദ്ധയൊന്നുമില്ല, ഏതെങ്കിലും സമയത്തൊക്കെ നിസ്കരിച്ചാൽ മതി എന്നറിയുമ്പോൾ നമ്മൾ പലപ്പോഴും ടി വിൻ്റെ മുന്നിൽ കുത്തിയിരിക്കും. അതല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോകും. സിനിമാ തിയേറ്ററിൽ പോയിട്ട് രാത്രി ഫസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരുപാട് ഭക്ഷണം 10 മണിക്ക് 9 മണിക്ക് ഭക്ഷണം കഴിച്ച് വന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ സ്വഭിയുമില്ല. അപ്പം ഓരോ തിന്മ ചെയ്യുമ്പോൾ നല്ലോണം മനസ്സിലാക്കൂ സഹോദരന്മാരെ, നല്ലോണം മനസ്സിലാക്കിക്കോളൂ. നമ്മൾ അടുത്ത തിന്മയിലേക്ക് ഉറപ്പിച്ച് പ്രവേശിക്കും. അതല്ല, ഈ നിമിഷം തൊട്ട് ആത്മാർത്ഥത്തോടെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റിയാൽ അള്ളാഹു നമ്മൾക്ക് നന്മകളുടെ വഴികൾ തുറന്നിടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ പോകുമ്പോൾ 5 നേരം പള്ളിയിൽ പോകുന്ന വ്യക്തിക്ക് പിന്നെ തിന്മകൾ ചെയ്യാനുള്ള അവസരം കുറഞ്ഞു വരും.
നമുക്ക് മാറ്റ്നി ഷോ, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങും. പലപ്പോഴും ആൾക്കാർക്ക് പോർണോഗ്രാഫിയും സിനിമയും ടി വിയും ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കണ്ട് കിടന്നുറങ്ങുമ്പോൾ സുബൈ തന്നെ മിസ്സാവില്ല. സുബൈ മിസ്സായി കഴിയുമ്പോൾ അന്നത്തെ ദിവസത്തിൽ ഓരോരോ ജമാഅത്ത് മിസ്സായി തുടങ്ങും. എന്നാൽ നന്മകൾ ചെയ്യുന്നവരോ രാത്രി ഏശ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് നേരത്തെ കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ എന്ത് ലഭിക്കും? നേരത്തെ തന്നെ നമുക്ക് തഹജ്ജുദ് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ രാവിലെ തഹജ്ജുദ് വെച്ച് തുടങ്ങും. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തായാലും ഫജ്ർ ജമാഅത്ത് ഇൻഷാ അല്ലാഹ് കിട്ടും. ഒരു മനുഷ്യൻ കൃത്യനിഷ്ഠയോടെ ഫജ്ർ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിനെ ഉറപ്പായിട്ട് അവർ അടുത്ത 4 ജമാഅത്ത് കിട്ടാൻ ശ്രദ്ധിക്കും. അങ്ങനെ പള്ളിയായിട്ട് ഒരുപാട് ബന്ധമുണ്ടാവും. ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളും ദഅവ പ്രവർത്തനം, സാമൂഹ്യ സേവനത്തിന് ഒക്കെ അവർ തയ്യാറെടുക്കും. അപ്പോൾ അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് നന്മയിൽ നിന്ന് വേറെ നന്മയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിച്ചു തന്ന സഹോദരന്മാരെ സഹാബാക്കൾ പറയാറുണ്ട്, നിങ്ങളൊരു സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അടുത്ത സൽക്കർമ്മങ്ങൾ, വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം തുറന്നിടും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. നമ്മൾക്ക് അള്ളാഹു ഓരോരോ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ കബൂലാക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് സഹാബാക്കൾ പഠിപ്പിച്ചിരുന്നത്. സഹാബാക്കളൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ദിവസം ആരെങ്കിലും സഹായം വന്നിട്ട് ഭക്ഷണത്തിന് വന്ന് പാവപ്പെട്ടാൽ വന്ന് ചോദിച്ചില്ലെങ്കിൽ വിഷമ, അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ, നമ്മളെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അള്ളാഹു കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുന്നിലിട്ടരും. 5 നേരം കൃത്യമായി ജമാഅത്തിന് പോകുന്നൊരു മുസ്ലിമിന് അള്ളാഹു സുബ്ഹാനഹു തആല തഹജ്ജുദ് ശീലമാക്കാൻ സഹായിക്കും. തഹജ്ജുദ് കൃത്യമായിട്ട് ശീലമാക്കുന്ന ഒരു മുസ്ലിമിന് 5 ജമാഅത്ത് കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹു ഒരുക്കി തരും. അതിലൂടെ ഓരോരോ തിന്മകളും, പലിശയും, പോർണോഗ്രാഫിയും, സിനിമയും, പാട്ടുകളൊക്കെ മെല്ലനെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.